ഈ സമ്മേളനത്തിലെ ഏറ്റവും മധുരിമയുള്ള ഒരു കർത്തവ്യം നിർവഹിക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ അഭിവന്യനായ തേവദോസ്യസ് തിരുമേനിയുടെ ഓർമ്മ നിർവഹിക്കുന്ന പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മപ്പെരുന്നാൾ നടത്തുന്ന ഈ സന്ധ്യയിൽ അതിനോടനുബന്ധിച്ച് ബഥാന്യ എക്സലൻസ് അവാർഡ് ഇന്ന് നൽകപ്പെടുന്ന വന്ദനായ ഗബ്രിയേൽ ജോസഫ് അച്ഛനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അത് ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ നിർവഹിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു അച്ഛൻ എങ്ങനെ ഇതിന് സമ്മതിച്ചു എന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് ആവത് ശ്രമിച്ചിട്ടും അതിന് അദ്ദേഹം വഴിപ്പെടാതെ നിവൃത്തികെട്ട് അവർ എന്നെ സമീപിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ ആ ചടങ്ങിൽ സംബന്ധിച്ച് അവരുടെ ആദരവ് അച്ഛൻ നടത്തുന്ന പ്രസ്ഥാനത്തിനും വേണ്ടി ഏറ്റുവാങ്ങിയ ഒരാളാണ്. ഒരുപക്ഷെ ഒഴിഞ്ഞു മാറി നിന്ന് മുഖ്യധാരയിലൊന്നും വരാതെ പ്രവർത്തിക്കുന്ന അച്ഛൻ ഈ അവാർഡ് സ്വീകരിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചതിന് 2-3 കാരണങ്ങൾ കാണാം. ഒന്ന്, ഇത് ഓർത്തഡോക്സ് സഭയുടെ അവാർഡാണ്. 2, ഇത് ബഥനി പ്രസ്ഥാനം നൽകുന്ന അവാർഡാണ്. 3, ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഈ അവാർഡിൻ്റെ കൂടെ ഒരു തുക അച്ഛന് ലഭിക്കുന്നുണ്ട്. 50,000 രൂപയാണ്. ആ പണം അച്ഛൻ ഉപയോഗിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് മുതൽക്കൂട്ടാകും എന്ന് തന്നെ അച്ഛൻ വിചാരിച്ചായിരിക്കാം. അതുകൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അച്ഛൻ ഇതിന് വിധേയപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു പാലിയേറ്റീവ് കെയർ ഭദ്രാസനത്തിൽ ഉണ്ടാകണം എന്ന്. അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന കൈമുത്തും ആളുകൾ അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ട് നൽകിയ പണം ഉൾപ്പെടെയുള്ളത് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്ര പ്രകാരം പല കാര്യങ്ങൾക്കായിട്ട് വിഭജിച്ചതിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു പാലിയേറ്റീവ് കെയർ ആരംഭിക്കുവാനായിട്ടാണ് നീക്കിവെച്ചത്. അതിൻ്റെ ഭാഗമായി ആരംഭിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മുടെ പത്തനംതിട്ട ഇടത്താവളത്തിനടുത്ത് മൈലപ്രായിലേക്ക് പോകുന്ന വഴിയിൽ അതിൻ്റെ ആസ്ഥാനമായി അഭിനന്ദനായ ക്ലിമീസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല. ഞാൻ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ വന്നതിന് ശേഷമാണ് എന്താണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യം എനിക്കുണ്ടായത്. പ്രത്യേകിച്ചും അച്ഛൻ്റെ ഈ ശുശ്രൂഷ നമ്മിൽ ഭൂരിഭാഗം പേരും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് പത്തനംതിട്ട ജില്ലയിലും അതിന് വെളിയിലുമായി 900ഓളം കുടുംബങ്ങളിലാണ് ഈ ശുശ്രൂഷ എത്തിയത്. അതിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ മലവും മൂത്രവും പോലും മാറ്റി ശുചീകരിക്കുന്ന, നാം ചെയ്യുവാൻ അറയ്ക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മനസ്സുള്ള ഒരു പുരോഹിതനാണ് ഗബ്രിയേൽ ജോസഫ് അച്ഛൻ. മരുന്നെത്തിക്കേണ്ടിടത്ത് മരുന്നെത്തിക്കുവാൻ, ആളുകളെ പരിചരിക്കുവാൻ രാത്രി പകലില്ലാതെ അദ്ദേഹം ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ സംഘം മാത്രമേ സഹായത്തിനായിട്ടുള്ളൂ. അതിനും അച്ഛൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഭവനങ്ങളിലേക്കാണ് പോകുന്നത്. ഓരോ ഭവനത്തിലും പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളും പരിമിതികളുമൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരെയാണ് അച്ഛൻ ചേർത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ ശുശ്രൂഷ ശ്രദ്ധിച്ച അനേക ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് തന്നെ
ഇപ്പോൾ അവിടെ നമ്മുടെ അനുവാദത്തോടെ റോട്ടറി ക്ലബ്ബ് അവിടെ ഒരു ഡയാലിസിസ് സെൻ്റർ കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അനേക ആളുകൾക്ക് അത് സഹായകമായി മാറുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അച്ഛനാണ്. അത് വലിയൊരു മനസ്സാണ്. ആ മനസ്സ് പലപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നാം അറയ്ക്കും അത് ചെയ്യുവാനായിട്ട്. പക്ഷേ അച്ഛൻ്റെ ഔദ്യോഗിക വേഷങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റിവെച്ച് ഈ ശുശ്രൂഷ, ഈ പരിചരണം അച്ഛൻ നിർവഹിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ അച്ഛൻ അവാർഡിന് വേണ്ടിയല്ല ചെയ്യുന്നത് എങ്കിലും വല്ലപ്പോഴുമെങ്കിലും ആദരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞ ബദനി സമൂഹത്തോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ്റെ പ്രിയപത്നി കൊച്ചമ്മ ഈ നമ്മുടെ കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. കൊച്ചമ്മയും നാം തീർച്ചയായും ബഹുമാനിക്കണം, അനുമോദിക്കണം. കൊച്ചമ്മ ഒരു ലാബ് ടെക്നീഷ്യനാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. കൊച്ചമ്മ അച്ഛനെ ഇതിനു വേണ്ടി സ്വാതന്ത്ര്യത്തോടെ സമയം നൽകി അയക്കുന്നു എന്നുള്ളതും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രി വളരെ വൈകിയൊക്കെയാണ് അച്ഛൻ തിരികെ ഭവനത്തിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് സന്ധ്യയൊക്കെ കഴിയുമ്പോൾ അരമന വഴിയൊക്കെ വല്ലപ്പോഴും വരാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ ചെന്ന് അച്ഛൻ കുടുംബകാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരാളാണ്. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തീർച്ചയായും കൊച്ചമ്മ ഭംഗിയായി നിർവഹിച്ച് അച്ഛനെ സ്വതന്ത്രമായി ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ഈ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് കൊച്ചമ്മയും അദ്ദേഹത്തെ അയക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി നന്ദിയോടെ ഓർത്തുകൊണ്ട് കൊച്ചമ്മയോടും മക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരാദരവ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഈ മനുഷ്യനെ ആദരിക്കുവാനായിട്ട് ഈ ചടങ്ങ്, ഇത് ഏറ്റവും ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഏറ്റവും മധുരിമയുള്ള ഒരു ചടങ്ങായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് അദ്ദേഹം അർഹനാണ്. ഈ കാലഘട്ടത്തിൽ പെയ്ഡ് വാർത്തകളുടെയും പെയ്ഡ് പരിപാടികളുടെയൊക്കെ മധ്യത്തിൽ അതൊന്നുമില്ലാതെ ആരും അറിയാതെയും അറിയിക്കാതെയും ഓരം പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയുവാനും അതിനെ ആദരിക്കുവാനും കാണിച്ച വലിയ മനസ്സിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഗബ്രിയേൽ ജോസഫ് അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും.